ഗുഡ് മോർണിംഗ് ജീസസിലേക്ക് ഏവർക്കും സ്വാഗതം. ചുംബനം ഒരു അടയാളം. രചയിതാവ് റോബി ജോൺസൺ. അധ്യായം 1. ആ പാപിനിയുടെ ചുംബനം വിശുദ്ധമായിരുന്നു. ഭക്തന്മാരെയെല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് പട്ടണത്തിലെ പാപിനിയായ സ്ത്രീ യേശു എന്ന ദൈവപുത്രൻ്റെ കാൽ ചുംബിക്കുന്നു. പരിശുദ്ധനായ ദൈവപുത്രൻ്റെ കാൽ ചുംബിക്കുവാൻ ഒരു പാപിനിക്ക് എങ്ങനെ ധൈര്യം വന്നു? ആട്ടി പുറത്താക്കാൻ ദൈവപുത്ര, നീ എന്താ ധൈര്യം കാട്ടാത്തത്? നീ ഒരു പ്രവാചകനായിരുന്നെങ്കിൽ നിന്നെ തൊടുന്ന സ്ത്രീ ആരെന്നറിയുമായിരുന്നില്ലേ? ശിമോന്റെ മനസ്സിൽ ധാർമ്മിക രോഷത്തോടെ ചോദ്യങ്ങൾ ഒന്നൊന്നായി ഉയരുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 36 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിലാണ് സംഭവ വിവരണം. പരീശനായ ശിമോന്റെ വീട്ടിലാണ് വിരുന്ന്. ശിമോൻ യേശുവിനെ ക്ഷണിച്ചിട്ടുണ്ട്. തൻ്റെ നിലവാരം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് സ്വീകരണം. യേശുവിന് ഇത്രയൊക്കെ മതി. ബഹുമാനിക്കാൻ യോഗ്യരായ എത്രയോ ശ്രേഷ്ഠന്മാർ വേറെയുണ്ട്. യേശു അതിഥിയാണ്, വിശിഷ്ടാതിഥിയല്ല. പല ക്രൈസ്തവ യോഗങ്ങളിലും യേശുവിനേക്കാൾ വലിയ യേശു ശിഷ്യന്മാരെ സഭാമക്കൾ താണു വണങ്ങി സ്വീകരിക്കുമ്പോൾ, സ്തുതിപാടുകർ ചുറ്റും നിന്ന് അപദാനങ്ങൾ കീർത്തിക്കുമ്പോൾ, വെറും അതിഥിയായ യേശു എന്താകും ചെയ്യുന്നുണ്ടാവുക? ചിരിക്കുന്നുണ്ടാവുമോ? അതോ ചാട്ടവാർ തേടുന്നുണ്ടാവുമോ? പാപിനിക്ക് നഷ്ടപ്പെടുവാൻ ഒന്നുമില്ല. അതുകൊണ്ട് സമൂഹത്തെ ഭയപ്പെടേണ്ട ആവശ്യവുമില്ല. ശിമോനും കൂട്ടരും ആട്ടി ഓടിച്ചാലും അടിച്ചിറക്കിയാലും പ്രശ്നമില്ല. യേശു അവളെ സ്വീകരിക്കുമെന്ന് അവൾക്ക് ഉറപ്പുണ്ട്. പിന്നെ ആരെ പേടിക്കണം? അവളുടെ ഹൃദയം വിശുദ്ധീകരിക്കപ്പെട്ടു എന്നതിന് തെളിവെന്ത്? വെങ്കൽ ഭരണിയിൽ സൂക്ഷിച്ച പരിമള തൈലം യേശുവിൻ്റെ കാൽക്കൽ ഒഴുക്കിയത് തന്നെയാണ് തെളിവ്. പാപത്തിൻ്റെ പ്രതിഫലം കൊണ്ട് സമ്പാദിച്ചത് മുഴുവൻ ദൈവപുത്രൻ്റെ മുമ്പിൽ ഒഴുക്കിക്കളവാൻ അവൾക്ക് കഴിഞ്ഞു. നമുക്കോ? യേശുവിനെ ചുംബിക്കാൻ നാം തയ്യാറാണ്. വിശുദ്ധിയുടെ മൂടുപടത്തിൽ ധൈര്യമായി ചുംബിക്കാം. എന്നാൽ ചതിയിലൂടെ നേടിയത്, ഭീഷണിയിലൂടെ നേടിയത്, കൈക്കൂലിയുടെ നിക്ഷേപം, കളവ് പറഞ്ഞും ചെയ്തും നേടിയത്, അന്യൻ്റെ അധ്വാനം സ്വന്തമെന്ന് വരുത്തി തീർത്ത് തട്ടിയെടുത്തത്, സുവിശേഷ വേലയുടെ മറവിൽ നേടിയത്, വ്യാജ പ്രവചനങ്ങളിലൂടെ പാവപ്പെട്ടവനെ പേടിപ്പിച്ചും പ്രലോഭിപ്പിച്ചും നേടിയതൊക്കെ ദൈവപുത്രൻ്റെ കാൽക്കൽ ഒഴുകിക്കളയുവാൻ നമുക്ക് കഴിയുമോ? അതല്ലേ യഥാർത്ഥ മാനസാന്തരം? പാപിനിയെങ്കിലും അവൾ അവൻ്റെ കാൽപാദം ചുംബിച്ചു. ആസക്തി ഉണർത്താനാകില്ലല്ലോ കാലിൽ ചുംബിക്കുന്നത്. തൻ്റെ കണ്ണീർ വീണ് നനഞ്ഞ കാൽപാദത്തിലല്ലേ അവൾ ചുംബിച്ചത്? എന്തിനായിരുന്നു ആ ചുംബനം? അനുതാപത്തിൻ്റെ പാരമ്യത്തിലുണ്ടാകുന്ന വികാരപ്രകടനം ആ ചുംബനത്തിലുണ്ട്. അതിന് പാപത്തിൻ്റെ ദുർഗന്ധമില്ല, പരിമള തൈലത്തിൻ്റെ സുഗന്ധമാണ്. അവളുടെ ചുംബനത്തിന് ജഡികതയുടെ ചൂടല്ല, കണ്ണുനീരിൻ്റെ നനവാണ്. എത്ര മനോഹരമായ അനുതാപം, എത്ര വിശുദ്ധമായ ചുംബനം! അതേ സുഹൃത്തുക്കളെ, എത്ര നീച പാപിക്കും യേശുവിൻ്റെ കാൽക്കൽ ഒരിടമുണ്ട്. അതാണ് ക്രിസ്ത്യാനിത്വം ഉദ്ഘോഷിക്കുന്ന ഒന്നാം പ്രമാണം. യേശുവിൻ്റെ മനസ്സ് ഇവളുടെ ചുംബനത്താൽ അലോസരപ്പെടുന്നില്ല. മനുഷ്യരെന്ത് വിചാരിക്കും എന്ന ചിന്തയുമില്ല. അവനും സമൂഹത്തെ പേടിയില്ലല്ലോ. കാരണം മനുഷ്യൻ്റെ സാക്ഷ്യപത്രത്തിലല്ലല്ലോ ദൈവത്തിൻ്റെ നിൽപ്പ്. ഇപ്പോൾ സ്വർഗത്തിൽ സംഗീത സ്വരമുയരുന്നുണ്ട്. ഒരു പാപി കൂടി മാനസാന്തരപ്പെട്ടല്ലോ. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന് പറയുന്നിടത്ത് രംഗം അവസാനിക്കുന്നു. വിശുദ്ധിയുടെ ഊർജവുമായി അവൾ മടങ്ങുന്നു. ഇനി അവളെ പാപിനി എന്ന് വിളിക്കരുത്, വിശുദ്ധ എന്ന് വിളിക്കാം. വിശുദ്ധീകരിച്ചവനും വിശുദ്ധീകരിക്കപ്പെട്ടവളും സന്തോഷത്തിലാണ്. അസ്വസ്ഥത ശിമോനാണ്. തൻ്റെ വീട്ടിൽ വെച്ച് ഇങ്ങനെയൊക്കെ നടന്നല്ലോ. ശിമോന് രോഷം മാത്രമല്ല, ലജ്ജയുമുണ്ട്. തൻ്റെ വീട്ടിൽ അവൾ വന്നത് തന്നെ തെറ്റ്. താൻ പ്രവാചകനെന്ന് കരുതിയവൻ അവളെ പുറത്താക്കാത്തതും തെറ്റ് തന്നെ. അതിലേറെ തെറ്റാണ് അവളുടെ സുഗന്ധ തൈലവും ചുംബനവും അവൻ ഏറ്റുവാങ്ങിയത്, ഒടുവിൽ വിശുദ്ധയാക്കി സമാധാനത്തോടെ തിരിച്ചയച്ചത്. ഒരു പാപിനിയെ അവളുടെ പാപങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് ലജ്ജിപ്പിക്കുന്ന പ്രവാചകനെയായിരിക്കും ശിമോൻ പ്രതീക്ഷിച്ചത്. പക്ഷേ യേശു ശിമോൻ്റെ നേരെ തിരിഞ്ഞു. ശിമോൻ തനിക്ക് നിശ്ചയിച്ചതൊക്കെ യേശു എണ്ണി എണ്ണി പറയുമ്പോൾ ശിമോൻ ലജ്ജിതനായി നിൽക്കുകയാണ്. പാപിനിയെ ലജ്ജിപ്പിക്കാത്തവൻ പരീശനെ ലജ്ജിപ്പിക്കുന്നു. അല്പം അനുതാപമൊക്കെ വേണ്ടേ ശിമോനെ? പക്ഷേ ശിമോൻ പരീശനാണ്. ദൈവപ്രമാണങ്ങളൊക്കെ കൃത്യമായി അറിയാം. അവിടെയാണ് പ്രശ്നം. യേശുവിനേക്കാൾ വലിയ വിശുദ്ധിയും യേശുവിൻ്റെ മനസ്സ് നഷ്ടമായ ഭക്തിയുമാണ് ക്രൈസ്തവ സഭയിലെ ഭിന്നതകളുടെയും വേർപിരിയലുകളുടെയും അടിസ്ഥാനം. ഒരുത്തൻ ഒരു വചനമെടുത്ത് മറ്റൊരുത്തനെ വെട്ടുന്നു, അവൻ മറ്റൊരു വചനമെടുത്ത് തിരികെ വെട്ടുന്നു. വചനം എന്താണെന്നറിയാത്ത കേൾവിക്കാർക്ക് രസം പിടിക്കുന്നു. അവരുടെ ഹൃദയം ക്രിസ്തുവിൽ നിന്നകന്ന് പക്ഷം തിരിഞ്ഞ് കൈയടിക്കുന്നു, ചെളിവാരി എറിയുന്നു.
കയ്യാങ്കളിക്ക് പോലും മുതിരുന്നു. ആർക്കും ഒരു പ്രയോജനവും കിട്ടുന്നില്ല. മാധ്യമങ്ങൾക്ക് വേണമെങ്കിൽ ആഘോഷിക്കാം, ചിലർക്കൊക്കെ കുറേ പ്രശസ്തി നേടാം. ഒരു മുന്നറിയിപ്പോടെ അവസാനിപ്പിക്കാം. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ, അതായത് യേശുവിനെ ചുംബിപ്പി.